ഹായ് ഹലോ എല്ലാവർക്കും ദിലൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവൊക്കെ ഇങ്ങ് എത്തിയില്ലേ, അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അടുക്കളയിലുള്ള ബോട്ടിൽസുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അലക്കാനുണ്ട് കേട്ടോ, ചവിട്ടികളായാലും ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എന്തായാലും കുറേ ബോട്ടിലുകളും ഉണ്ട് അലക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തോട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ, അപ്പോൾ തോട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തോട്ടിലേക്ക് എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ ചക്കും കുഞ്ഞുണ്ണിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ തോട്ടിലേക്ക് പോവുകയാണ്. നല്ല വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തോട്. എൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ തോട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ടേ. ആദ്യമൊക്കെ എന്നും ഇവിടെ വന്നിട്ടാണ് നമ്മൾ അലക്കും കുളിക്കൊക്കെ ചെയ്യുക. പക്ഷേ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയാണ് അലക്കലൊക്കെ. ആദ്യക്കൂട്ടിനൊരു തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴേ വെള്ളത്തിൽ ഇറക്കണ്ടെന്ന് കരുതിയിട്ട് ഇരുത്തിയതാണ്. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അവനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് മൈൻഡാക്കിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാമെന്ന് വെച്ചിട്ട് ജലദോഷമൊക്കെ പിടിക്കില്ലേ, വെയിലൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ അവൻ കുറച്ച് നേരമൊക്കെ ഇരുന്നു. ആദ്യമൊക്കെ നല്ല ആഴുണ്ടായിരുന്നു തോട്ടിൽ. പക്ഷേ ഇപ്പോൾ വെള്ളം കുറവാണ്, ഇപ്പോൾ ആഴം കുറവാണ്. എന്തായാലും ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ എടുത്ത് തോട്ടിലേക്ക് വെച്ചു. പിന്നെ ആദ്യക്കൂട്ടം വെള്ളത്തിൽ ഇറങ്ങാൻ കരയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവനെയും കൂടെ വെള്ളത്തിലേക്ക് ഇറക്കി. ഭയങ്കര സന്തോഷമായിട്ട് അവന്. പിന്നെ ഞാൻ വേഗം അലക്കാൻ തുടങ്ങി കേട്ടോ. കുറേ അലക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോട്ടിലുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല വെയിലും. ആദ്യം പിന്നെ കുഞ്ഞുണ്ണീൻ്റെ ഒപ്പം അങ്ങനെ കളിച്ചായിരുന്നു കേട്ടോ. അവനോട് കരയിലേക്ക് കയറാൻ വേണ്ടതൊന്നും കേൾക്കുന്നേ ഇല്ല കേട്ടോ. ഞാൻ കയറ്റി വിടുമ്പോഴത്തേക്കും കരയുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ കുറച്ച് നേരം കൂടെ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുണ്ണി അങ്ങനെ അവനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ അലക്കലെല്ലാം കഴിഞ്ഞത് നല്ല വെയിലായിട്ടോ. അപ്പോൾ ഞങ്ങൾ തോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിലുകളെല്ലാം തണുപ്പുള്ള ഏരിയയിൽ കൊണ്ടുവച്ചു കേട്ടോ. അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വേഗം പണി തീരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഞാൻ കഥയും പറഞ്ഞു കൊടുക്കണം. വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും ഏട്ടനും കൂടെ വാഴാറ്റു കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കഥ പറഞ്ഞു തരുമെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിക്കുക അമ്മായി പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും അവന്മാർ അടങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അതെല്ലാം കേട്ടിട്ടാണ് ഈ പണിയെടുക്കുന്നത്. അപ്പോഴേക്കും മിന്നു സാധനം കളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞുണ്ണിയും ചക്കുവിനും കാണാത്തതുകൊണ്ട് തോട്ടിലേക്ക് നേരെ ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ കളി ഇതാണ് കേട്ടോ, മരത്തിൻ്റെ മുകളിൽ കയറുക കളിക്കുക. പിന്നെ ഞാൻ വേഗം ബോട്ടിലെല്ലാം കഴുകി എടുത്ത് വെക്കാൻ കേട്ടോ. നേരത്തെ എല്ലാം ഉരച്ച് വെച്ചതാണ്. പിന്നെ ഒന്നുകൂടെ കഴുകിയിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ കളിക്കാൻ വിട്ടു. ഒരു കുറേ നേരം എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പോൾ അവർ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം എല്ലാം എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാം കഴുകി പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെയിലാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. രണ്ടാൾക്കും ഓരോ സാധനങ്ങൾ കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നത്. കുഞ്ഞുണ്ണി ആണെങ്കിൽ ബക്കറ്റിൽ തുണിയൊക്കെ എടുത്തിട്ട് തലയേറ്റിക്കൊണ്ടുകൊണ്ട് ചക്കുവിന് ഞാൻ ബാഗ് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ തുണിയൊക്കെ ആക്കിയിട്ട് കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. ഈ കാണുന്ന സ്ഥലമൊക്കെ പണ്ട് ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ കളിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കളിക്കാനൊന്നും വരാൻ പറ്റില്ല. നമ്മളെ കുട്ടികളൊക്കെ നമ്മുടെ പറമ്പിലൂടെ തന്നെ കളിക്കുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്കാലൊക്കെ ഇവിടെയാണ്. പിന്നെ വീട്ടിലെത്തി കഴുകിയ ബോട്ടിലുകളെല്ലാം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സാനിറ്റിയാണ് കേട്ടോ സഹായിക്കുന്നത്. കുഞ്ഞിന് ചെക്കും ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് അലക്കിയ തുണികളെല്ലാം വിരിച്ചിട്ടും ചെയ്തിട്ട് നല്ല വെയിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യുവേ. വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.